സുരാജ് ഏത് ഒരു ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞിരുന്നു. സുരാജിന്റെ കല്യാണത്തിന് പോയി, നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, കല്യാണത്തിന് പോയിട്ട് പുള്ളിയെ വല്ലാണ്ട് പറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. പറ്റിച്ചല്ല സാർ, ഒരു കൂട്ടുകാരൻ കല്യാണത്തിന് വിളിക്കുമ്പോൾ ബാച്ചിലർ പാർട്ടിയൊക്കെ നടത്തണ്ടേ, പിന്നെ അവൻ അത് നടത്തിയില്ല. ഇല്ല, നടത്താതെ നീ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. നേരെ അവിടെ ചെന്ന് എല്ലാം നോക്കി ചടങ്ങൊക്കെ കഴിഞ്ഞു മംഗളമായിട്ട്. അപ്പം എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞ ആളിയ ചെലവ് നടത്തിയില്ല, ചെലവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്. പക്ഷേ കൂടെ അപ്പം സാബുവിന്റെ കൂടെ ഒരു സംഘം ഉണ്ട്, ഉത്സാഹ കമ്മിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ കേറി സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറണം. മാറുന്നതിന് മുമ്പ് സുരാജിന്റെ ഒരു കണ്ണ് സാബുവിന്റെ പുറത്തുണ്ട്, കാര്യം തരിയുടെ ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാന് പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഞാൻ കൊടുത്ത ഷേക്ക് ഹാൻഡ് ഒരു പിടുത്തം പിടിച്ചു, ഇവിടെ മോതിരത്തില് കുറെ മോതിരം, അതിൽ ഒരെണ്ണത്തിൽ ഞാൻ പിടിച്ചു. ആളെ ഞാൻ ഇത് കൊണ്ടുപോകും. എന്താന്ന് ചോദിച്ചാൽ ചെലവിന് ആളുകൾ വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആളും അറിയുന്നില്ല, വെളിയിൽ നിന്ന് നോക്കുമ്പോ ഷേക്ക് ഹാൻഡ് കൊടുക്കുക, ഫേം ഷേക്ക് ഹാൻഡ്. ഞാൻ മോതിരത്തിലാണ് പിടിച്ചിരിക്കുന്നത്, ഒരു തരത്തിൽ മോതിരം തരത്തില്ല എന്ന് പറഞ്ഞു. ഉള്ള ബലത്തിൽ പിടിച്ചേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കവർ എടുക്കും. ഞാൻ നേരെ പോക്കറ്റിൽ കേട്ട് ഞാൻ പറഞ്ഞു രണ്ടിലൊന്ന് ഏത് വേണോ തീരുമാനിക്കാൻ, മോതിരം വേണോ ഇത് വേണോ. അപ്പൊ ഇതെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനകത്ത് കുറെ കവർ എടുത്തപ്പോ ഞാൻ മോതിരം എത്ര ഉണ്ടായിരുന്നത്? പൈസ എത്രയെന്ന് ഓർമ്മയില്ല, കുറെ പൈസ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു. പൈസ ഇല്ല, പറ്റില്ല. ഈ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് 6500-ലധികം രൂപ ഉണ്ടായിരുന്നാ പറഞ്ഞു. വലിയ സങ്കടത്തോടാ പറഞ്ഞത്. അതാ മൊത്തം അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പക്ഷെ ഞാനൊരു മര്യാദ കാണിച്ചു. ആ കവറിന് പുറത്തുള്ളത് ആരാണെന്നും അവരെത്ര രൂപയാണ് തന്നിട്ടുള്ളതെന്നും ഞാൻ കക്ഷികളെ അറിയിച്ചു. എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്നിട്ട് ഇവർക്കെല്ലാം കൊണ്ടുപോയി ഞാൻ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സൽക്കരിച്ചു. ബില്ല് വന്നപ്പം ഈ കിട്ടിയ പൈസന്ന് എക്സ്ട്രാ കൂടുതൽ പൈസ. അവിടെ ഞാനൊരു മര്യാദ കാണിച്ചു. ഞാൻ സുരാജിനെ വിളിച്ച് പറഞ്ഞ ആളിയെ കുറച്ച് പൈസയും കൂടെ തരണം, തികയുന്നില്ല. അതുകൂടെ കൊടുത്തിട്ട് പോയല്ലേ? പുള്ളി അടച്ചോ? അത് ഇല്ല, ഞാൻ കൊടുക്കേണ്ടി വന്നു. ഓ, അത് അത്രയും അബദ്ധം പുള്ളിക്ക് പറ്റത്തില്ലല്ലേ? അത് ഇത് വർഷങ്ങളായിട്ട് സുരാജ് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് തന്നെ. അതോ? സുരാജിന് ഇതൊരു കണ്ടന്റ് ആണ്. ഓ, പലതും പറയുന്നുണ്ട്. കോമഡി തികയാതെ വരുമ്പോ എന്റെ ഒരു കല്യാണത്തിന്റെ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ. പിന്നെ ഈ സുരാജ് വെഞ്ഞാറമ്മൂടുള്ള ഹതഭാഗ്യന്മാര് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നാമത് ഈ ഫംഗ്ഷനുകൾക്ക് അങ്ങനെ പോകാറില്ല. അവിടെ പോയി ക്ഷമയോടെ നിൽക്കാൻ, സാബുവിന് മിക്കുന്ന പിടിച്ചു നിൽക്കാൻ ഒരു ക്ഷമാശീലം. അത് പോയാൽ തന്നെയും നമ്മള് ഒരു കല്യാണം വീട്ടിൽ ചെന്ന് നേരെ ഈ സദ്യയോ ബിരിയാണി എന്താ നമ്മുടെ ജോലി കഴിയുന്നു, കൈ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. മോതിരപൂരത്തില്ലയോ? ഇല്ല, ഇപ്പൊ ഞാൻ ഇത് എല്ലായിടത്തും പറഞ്ഞു കൊടുത്ത് കാരണം ഇപ്പൊ ആളുകള് കൈയെടുത്ത് ബാക്കിലോട്ട് വയ്ക്കുമല്ലേ? ഓക്കെ. ഈ ക്ഷമയുടെ നെല്ലിപ്പല എങ്ങനെ, അതിന്റെ നീളം എവിടെ വരെ ഉണ്ട്? ഭയങ്കര കുറവുള്ള ആളാണ്. എപ്പോഴും ഒടിഞ്ഞു പോകും. വെരി സെൻസിറ്റീവ് നെല്ലിപ്പലക അല്ലേ? അത് എനിക്കൊന്ന് ബിഗ് ബോസിൽ ഞാൻ കൺട്രോളിലാണ് ഇപ്പൊ. ഭയങ്കര കൺട്രോൾ. സാബു കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അത് തന്നെ ഒരു വാർത്തയാണ്. ഞാൻ അത് വിട്ടിട്ട് പോകും. സാബു കൺട്രോളിലാണ്. ഞാൻ വിട്ടിട്ട് പോകും. വേണ്ടെന്ന് പേര്. അതുകൊണ്ട് പോലീസ് കേസുകളൊക്കെ ഒഴിവായിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പോലീസുകാർക്ക് കാണും ഭയങ്കര വിഷമം, ബോറടിക്കുന്നുണ്ടാവും സാബുവിനെ കൊണ്ട്. ഒറ്റ കേസ് പോലും ഞാൻ ആ ടെലിവിഷന്റെ ഇത് തുടങ്ങിയതിനു ശേഷം പിന്നെ അങ്ങനെ പോലീസ് കേസ് പരിപാടി കുറവല്ലേ? കാരണം എന്നെ അന്ന് സൂര്യന്ന് വിളിച്ചു പറഞ്ഞു ഇനി പിന്നെ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഇതോടെ നിർത്തിക്കോണം, ഇപ്പൊ ചാനലിന്റെ ഒരു മുഖവും കൂടിയാണ് സാബു എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് മര്യാദക്കാരനായി. നമ്മൾ വിചാരിച്ചാലും മര്യാദക്കാരനാകാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു. തീർച്ചയായും തെളിയിച്ചു കൊടുത്തു അല്ലേ?